അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്റെ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 വ്യാഴാഴ്ച. അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ യാത്രാവിമാനം തകർന്നു വീണു. 242 യാത്രക്കാരുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത്. 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 242 പേർ വിമാനത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്നു വീണുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 11 വർഷം പഴക്കമുള്ള എയർ ഇന്ത്യയുടെ ബോയിംഗ് 737 വിമാനമാണ് തകർന്നത്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കേസെടുക്കാമെന്ന് ഹൈക്കോടതി. ക്രിമിനൽ സിവിൽ നടപടികൾ കപ്പൽ കമ്പനികൾക്കെതിരെ സ്വീകരിക്കാമെന്നും നടപടികളിൽ ഒരു പഴുതും ഉണ്ടാവരുതെന്നും സർക്കാർ ചെലവാക്കുന്ന മുഴുവൻ തുകയും കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മത്സ്യനഷ്ടം, സാമ്പത്തിക നഷ്ടം എന്നിവയെല്ലാം കമ്പനിയിൽ നിന്ന് ഈടാക്കാം എന്നും കോടതി നിർദ്ദേശിച്ചു. അന്താരാഷ്ട്ര കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി നിർദ്ദേശം. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ സിവിൽ കേസ് നൽകും. അഡ്മിറാലിറ്റി ആക്ട് പ്രകാരം ഹൈക്കോടതിയിലാണ് ഹർജി നൽകുക. തീരദേശ നഷ്ടം, പരിസ്ഥിതി ആഘാതം എന്നിവ പരിശോധിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസ് നൽകുക. ശാസ്ത്ര, ധനകാര്യ, നിയമ, പരിസ്ഥിതി സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് പരിശോധന നടത്തുന്നത്. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പൽ ഉടമകൾക്ക് തിരിച്ചടി. MSC കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞുവയ്ക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് നിർദ്ദേശം നൽകി. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറിൽ കാഷ്യൂ ഉണ്ടായിരുന്നു. അപകടത്തിലൂടെ 6 കോടി രൂപയുടെ നഷ്ടം തങ്ങൾക്കുണ്ടായി എന്നാരോപിച്ചാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ കേരള തീരത്തെ പുറംകടലിൽ മുങ്ങിയതിനെ തുടർന്ന് കേസെടുത്ത സംഭവത്തിൽ കപ്പൽ ജീവനക്കാർ രാജ്യം വിട്ടിട്ടില്ല എന്ന വിവരം. കപ്പലിന്റെ ക്യാപ്റ്റൻ അടക്കം DG ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, കപ്പൽ ജീവനക്കാരെ കോസ്റ്റൽ പോലീസ് ചോദ്യം ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലനം കാട്ടുമുണ്ട തോട്ടത്തിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. 263 പോളിംഗ് സ്റ്റേഷനുകളിൽ വിന്യസിക്കേണ്ട 393 പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും 387 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമാണ് 2 ഘട്ടങ്ങളിലായി പരിശീലനം നൽകിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരായ ആശമാരുടെ പ്രചാരണം LDFനെ ബാധിക്കില്ലെന്ന് M സ്വരാജ്. ആശമാർക്ക് LDFനോട് ആഭിമുഖ്യമാണുള്ളത്. അവരുടെ ഓണറേറിയം 7 ഇരട്ടിയാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്താൽ LDFനെ ബാധിക്കില്ലെന്നും അവർക്കെന്തെങ്കിലും രാഷ്ട്രീയ താൽപര്യം ഉണ്ടാകുമെന്നും M സ്വരാജ് പറഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ M സ്വരാജിനെ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് നിലമ്പൂർ ആയിഷ. വെടിയുണ്ടകളെ പേടിച്ചിട്ടില്ല, പിന്നെയാണോ ഈ ആക്രമണമെന്നും തന്നെ അധിക്ഷേപിക്കുന്നവരോട് പുച്ഛം മാത്രമാണെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു. നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന നിന്ദ്യമായ സൈബർ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ജനാധിപത്യ സമൂഹത്തിനെ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതും സാംസ്കാരികമായി അധപതിച്ചതുമായ ഒരു പ്രവണതയാണിതെന്നും സജി ചെറിയാൻ പറഞ്ഞു. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജിനെ പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു മുതിർന്ന കലാകാരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും തെറിവിളിക്കുന്നതും ഏറ്റവും ലജ്ജാകരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പാലക്കാടും സിപിഐയിൽ ഓഡിയോ വിവാദം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് സീറ്റിൽ മത്സരിച്ച പാലക്കാട്ടെ പാർട്ടി സെക്രട്ടറി കൂടിയായ കെ.പി. സുരേഷ് രാജ് പരാജയപ്പെട്ടപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം ഒ.കെ. സൈതലവിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തായത്. 3 കോടിയോളം രൂപ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടും സിപിഎമ്മിനെ പണം വാരിക്കോരി നൽകിയിട്ടും തൃശൂരിൽ ഫുൾ ടൈം ഫിറ്റായി നടക്കുന്ന പി. ബാലചന്ദ്രനടക്കം വിജയിച്ചിട്ടും മണ്ണാർക്കാട്ടെ ജനങ്ങൾ സുരേഷ് രാജിനെ കൈവിട്ടുവെന്നും സന്ദേശത്തിൽ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി 20 വർഷം സിപിഎമ്മിനെ പിന്തുണച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. 96 മുതൽ 2016 വരെ 20 വർഷം എല്ലാ തെരഞ്ഞെടുപ്പിലും സിപിഎമ്മിനെയും എൽഡിഎഫിനെയും പരസ്യമായി പിന്തുണച്ചു. അതിനുമുമ്പ് ജമാഅത്തെ ഇസ്ലാമി വ്യക്തികളെയാണ് പിന്തുണച്ചിരുന്നതെന്നും പിന്തുണ ആവശ്യപ്പെടുന്നവരിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യങ്ങളോട് യോജിപ്പുണ്ടെന്ന് എഴുതി വാങ്ങിച്ച ശേഷമാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് എന്നും പല സിപിഎം നേതാക്കളും കൈപ്പടയിൽ തന്നെ എഴുതി ഒപ്പിട്ടുകൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന സമയം പരിഷ്കരിക്കാനുള്ള സർക്കാർ നീക്കം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി വി. ശിവൻകുട്ടി. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ഏതെങ്കിലും വിഭാഗം അനുഭവിക്കുന്ന ആനുകൂല്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു. സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണെന്ന് രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. 10,000-ത്തിലധികം കുതിരസവാരിക്കാർ പ്രതിസന്ധിയിലാണ്. വിദേശ രാജ്യങ്ങളിൽ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പര്യടനം ഗംഭീരമായി നടന്നു. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ത് നടപടി എന്ന ചോദ്യം ബാക്കിയാണെന്നും കശ്മീരിൽ മുഖ്യമന്ത്രിക്ക് പോലും നിർണായക യോഗത്തിലേക്ക് ക്ഷണമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടൻ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും നൽകിയ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതികളായ 3 ജീവനക്കാരികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെയാണ് പ്രതികൾ സമീപിച്ചത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പങ്ക് വ്യക്തമായതോടെ 3 പേരും ഒളിവിൽ പോയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പോലീസുകാരൻ അറസ്റ്റിൽ. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് പിടിയിലായത്. കഴിഞ്ഞ 7 മാസത്തോളമായി ഇയാൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നാണ് വിവരം. തൃശൂർ പടിയൂരിലെ ഇരട്ടക്കൊലയാളി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്നാണ് സൂചന. 2ാം ഭാര്യ രേഖയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ടീപ്പോയിലെ ചില്ലു തകർന്ന് കാലിൽ തുളച്ചു കയറിയതിനെ തുടർന്ന് രക്തം വാർന്ന് 5 വയസ്സുകാരനെ ദാരുണാന്ത്യം. കൊല്ലം വിളയിലഴിയത്ത് വീട്ടിൽ സുനീഷിന്റെയും റൂബിയുടെയും മകനായ എയ്തൻ സുനീഷാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. കുട്ടിയെ സ്വീകരണ മുറിയിലിരുത്തി കുളിക്കാൻ പോയ അമ്മ തിരിച്ചെത്തിയപ്പോഴാണ് എയ്തനെ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കുണ്ടറ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് എയ്തൻ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നുവെന്ന് ഉന്നത വൃത്തങ്ങൾ പറയുന്നു. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായാണ് വിവരം. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയടക്കമുള്ള 4-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആക്സിയം 4 ദൌത്യത്തിനായി കാത്തിരിപ്പ് തുടരുന്നു. വെള്ളിയാഴ്ച വിക്ഷേപണം നടത്താൻ ദൌത്യത്തിലെ പങ്കാളികളായ ആക്സിയവും നാസയും സ്പേസ് എക്സും കഠിന പരിശ്രമം നടത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം.
ശനിയാഴ്ചയ്ക്കുള്ളിൽ വിക്ഷേപണം നടന്നില്ലെങ്കിൽ പിന്നെ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ദൌത്യ വിക്ഷേപണമുണ്ടാകൂ. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ച 5 മലയാളികളിൽ തൃശൂർ സ്വദേശിനിയായ ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഹനീഫും എത്തും. അപകടത്തിൽ ഹനീഫിനെ പരിക്കേറ്റിരുന്നെങ്കിലും ഗുരുതരമായിരുന്നില്ല. പൊതു ബീച്ചുകളിലും നീന്തൽക്കുളങ്ങളിലും ബുർഖയോ ശരീരം മൂടുന്ന മറ്റ് നീന്തൽ വസ്ത്രങ്ങളോ സ്ത്രീകൾ ധരിക്കണമെന്ന ഉത്തരവുമായി സിറിയ. സിറിയയിലെ ഇസ്ലാമിക് നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്ത്രീകൾ പൊതു ബീച്ചുകളിലും മറ്റും പോകുമ്പോൾ മുഖം, കൈകൾ, കാലുകൾ എന്നിവയൊഴികെ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമായ ബുർഖയോ മറ്റ് മാന്യമായ വസ്ത്രങ്ങളോ ധരിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന സൂചനകൾക്കിടെ കടുത്ത ജാഗ്രതയിൽ അമേരിക്ക. ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുമതി നൽകി. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെന്റഗൺ നൽകിയിട്ടുണ്ട്. മേഖലയിലുടനീളം സൈനിക സംഘർഷ സാധ്യത ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശക്തമാക്കുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വിശദമാക്കുന്നത്. ഹജ്ജ് പൂർത്തിയാക്കിയെന്ന സർട്ടിഫിക്കറ്റ് നുസുക് ആപ്പിൽ ലഭ്യമാക്കി ഹജ്ജ് ഉംറ മന്ത്രാലയം. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കും ഹജ്ജ് രംഗത്ത് പ്രവർത്തിച്ച തൊഴിലാളികൾക്കുമാണ് സാക്ഷ്യപത്രം നൽകുന്നത്. തീർത്ഥാടകരുടെ വിശ്വാസാനുഭവം രേഖപ്പെടുത്തലും ഹജ്ജ് നടത്തിപ്പിനെ പ്രവർത്തിച്ചവരെ ആദരിക്കലുമാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നടത്തുന്നത്. ഇറാഖിലും സിറിയയിലും വിന്യസിച്ചതിനേക്കാൾ കൂടുതൽ US സൈനികരെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ട്രംപ് ഭരണകൂടം ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ വിന്യസിച്ചെന്ന് റിപ്പോർട്ട്. പ്രതിഷേധങ്ങളെ നേരിടാൻ ട്രംപ് ഏകദേശം 4000 നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെയും 700-ലധികം സജീവ മെറൈൻമാരെയും ലോസ് ഏഞ്ചലസിൽ വിന്യസിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.